ഇനി അടുത്തതായിട്ട് ആസ്പെക്റ്റ് ഓഫ് ദ ഡെഫിനേഷൻ. അതിൻ്റെ അകത്ത് ആദ്യത്തെ നമ്മൾ നോക്കി എക്കണോമിക് ഇവൻ്റ്, രണ്ടാമത്തെയാണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അത് 4 മൊത്തം ഉള്ളത്. എക്കണോമിക് ഇവൻ്റ് ഒന്നാമത്തെ, രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മൂന്നാമത്തെ ഓർഗനൈസേഷൻ, നാലാമത്തെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അതിൽ എക്കണോമിക് ഇവൻ്റ് നമ്മൾ നോക്കി, അത് കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഐഡൻറ്റിഫിക്കേഷൻ, മെഷർമെൻറ്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിലൊന്നാമത്തെ നമുക്ക് നോക്കാം, ഐഡൻറ്റിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഐഡൻറ്റിഫിക്കേഷൻ. എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് ഡിറ്റർമിനിങ് വാട്ട് ട്രാൻസാക്ഷൻ ടു റെക്കോർഡ്. അപ്പം നമ്മളവിടെ കണ്ടുപിടിക്കുകയാണ് ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷനാണ് നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ അക്കൗണ്ട് തയ്യാറാക്കുന്ന കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എക്കണോമിക് ഇവൻ്റ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. മെഷറബിൾ ഇൻ മൊണാട്ടറി ടൈംസ്, പൈസയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എക്കണോമിക് ഇവൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഒരു സ്ഥാപനത്തിനകത്ത് ഒരുപാട് ഇടപാടുകൾ നടക്കുമ്പോൾ അതിൽ ഏത് ഇടപാടാണ് അക്കൗണ്ട് ബുക്കിൻ്റെ അകത്ത് രേഖപ്പെടുത്തേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഈ ഐഡൻറ്റിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ട്രാൻസാക്ഷനുകൾ, ഒരുപാട് സംഭവങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഇടപാടുകൾ ഒരു ഓർഗനൈസേഷനകത്ത് നടക്കുന്നുണ്ട്, ഒരു കമ്പനിക്കകത്ത് നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് ഏത് ട്രാൻസാക്ഷനാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ ഐഡൻറ്റിഫിക്കേഷനകത്ത് വരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഐഡൻറ്റിഫൈ ഇവൻറ്റ്സ് വിച്ച് ആർ ടു ബി റെക്കോർഡഡ്. ഏത് തരത്തിലുള്ള ഇവൻറ്റ്സ് ആണ് രേഖപ്പെടുത്തേണ്ടത്, ആർ ടു ബി റെക്കോർഡഡ്, ഏത് തരത്തിലുള്ള ഇവൻറ്റ്സ് ആണ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇനി ഇറ്റ് ഇൻവോൾവ്സ്, ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഒബ്സർവിങ് ആക്ടിവിറ്റീസ്, അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും, എല്ലാ ആക്ടിവിറ്റീസിനും ഒബ്സർവ് ചെയ്യുക. ആൻഡ് സെലക്ടിങ് ദോസ് ഇവൻറ്റ്സ് ദാറ്റ് ആർ ഓഫ് കൺസിഡേർഡ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? സെലക്ടിങ് ദോസ് ചില ഇവൻറ്റിനെ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അത് ഏത് തരത്തിലുള്ളതായിരിക്കണം? ദാറ്റ് ആർ ഓഫ് കൺസിഡേർഡ് ഫിനാൻഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസയുമായിട്ട് ബന്ധപ്പെട്ട ഇവൻറ്റ്സുകളെ മാത്രം നമ്മൾ തിരിച്ചറിയുകയും അതിനെ രേഖപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യേണ്ടത്. ഫിനാൻസ് എന്ന് നമുക്കറിയാം സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് ഈ ഫിനാൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ക്യാരക്ടർ, ആ ഒരു സ്വഭാവമുള്ള, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നേച്ചറിലുള്ള എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ആദ്യം എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം, നിരീക്ഷിക്കണം. അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനുശേഷം എന്തുമാത്രമേ സെലക്ട് ചെയ്യാവുള്ളൂ? ഫിനാൻഷ്യൽ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആൻഡ് റിലേറ്റ് ടു ദ ഓർഗനൈസേഷൻ. അപ്പം ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള സംഭവമായിരിക്കണം. അതിനെന്തുമായിട്ട് ബന്ധം കാണണം? ഈ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷൻ, കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ള സംഭവങ്ങളെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. ഇനി ദ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് അതർ എക്കണോമിക് ഇവൻറ്റ്സ് ദെയർഫോർ ആർ ഇവാലുവേറ്റഡ്. ഇപ്പം നമ്മളവിടെ നടക്കുന്ന, ഒരു കമ്പനിക്കകത്ത് നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും അല്ലെങ്കിൽ എക്കണോമിക് ഇവൻറ്റ്സിനെയും നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതിനെപ്പറ്റി നമ്മുടെ ഒരു പഠനം നടത്തുകയും അതിനെപ്പറ്റി നിരീക്ഷിക്കുകയും അതിനെ വിലയിരുത്തുകയൊക്കെ ചെയ്യണം. ഫോർ ഡിസൈഡിങ് വെദർ ഇറ്റ് ഹാസ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതെന്തിനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മുടെ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ നടക്കുന്ന എല്ലാ ഇവൻറ്റ്സിനെയും, എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നമ്മുടെ അക്കൗണ്ട് ബുക്കിനകത്ത് ഈ ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം, അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്ത് കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തുന്നത്? ഫിനാൻഷ്യൽ ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. അതിന് ഓർഗനൈസേഷനുമായിട്ട്, നമ്മുടെ കമ്പനിയായിട്ട് ബന്ധവും ഉണ്ടായിരിക്കണം. നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ക്യാരക്ടർ, എല്ലാ സാമ്പത്തിക ഇടപാടുകളെയാണ് നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഫിനാൻഷ്യൽ ക്യാരക്ടർ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ട്രാൻസാക്ഷനാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. നമ്മുടെ കമ്പനിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഇടപാടുകളാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. അതിനുശേഷം നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാമ്പത്തിക ഇടപാടുകളെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഐഡൻറ്റിഫൈ ചെയ്ത് അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ടത്. ഇനി അവിടെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ദ വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്. അവിടുത്തെ എംപ്ലോയീസിൻ്റെ വാല്യൂ. അവിടുത്തെ എംപ്ലോയീസ് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എല്ലാവരും നന്നായിട്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പരിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യേണ്ട? അതിന് നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തണോ? വേണ്ട. എന്ത് മാത്രം എഴുതിയാൽ മതി? സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഓരോ എംപ്ലോയീസിൻ്റെയും വാല്യൂ, അതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ട? അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല.
ചേഞ്ചസ് ഇൻ മാനേജേരിയൽ പോളിസീസ്. ഇപ്പോൾ മാനേജേരിയൽ പോളിസീസിൻ്റെ അകത്ത് വരുന്ന ചേഞ്ചസ്, മാനേജ്മെൻറ്റ് ഈ വർഷം പുതുതായിട്ട് പോളിസി അവർ ഇറക്കി. കൂടുതലും സ്ത്രീകൾക്കാണ് ഇത്തവണ വിമൻ എംപവർമെൻറ്റ്, സ്ത്രീകൾക്കാണ് കൂടുതൽ ഒരു റിസർവേഷൻ കൊടുത്ത് കമ്പനിക്കകത്ത് ജോലിക്ക് വേണ്ടിയിട്ട്. ഇനി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിനകത്ത് 40% സ്ത്രീകളും 60% പുരുഷന്മാരും, അല്ലെങ്കിൽ 50% പുരുഷന്മാരും 50% സ്ത്രീകളും, അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരികയാണ്. ഇത്രയും നാൾ 40% സ്ത്രീകളും 60% പുരുഷന്മാരെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി അടുത്ത വർഷം തൊട്ട് 50% സ്ത്രീകളെയും 50% പുരുഷന്മാരെയും എടുക്കുന്നതിനായിട്ട് കമ്പനി തീരുമാനിച്ചു. അത് നമ്മൾ എവിടെ രേഖപ്പെടുത്തേണ്ട? അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അതിന് പൈസയായിട്ട് അത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോളിസി ചേഞ്ച് ആയിട്ടുള്ള കാര്യം നമുക്ക് ഉപകരിക്കില്ല. അപ്പോൾ കമ്പനി ഈ അക്കൗണ്ടെല്ലാം തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ അക്കൗണ്ട്സ് എല്ലാം തയ്യാറാക്കുന്നത്. അപ്പോൾ 50% സ്ത്രീകൾക്കും 50% പുരുഷന്മാർക്കും ഇനി തൊട്ട് നമ്മുടെ കമ്പനിയിലോട്ട് ജോലി സാധ്യതയുണ്ട്. അങ്ങനെ ഒരു റൂള് മാറ്റിയത് നമ്മൾ എന്ത് ചെയ്യേണ്ട? പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ആ ഒരു ട്രാൻസാക്ഷനുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കാം. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു 4-5 പേര് നന്നായിട്ട് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അത് അവർ ജോലി ചെയ്യുന്നത് എഴുതി കിട്ടണ്ടല്ല, അത് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ അകത്ത് ഒരു വരുന്നില്ല. കാരണം അവരെ അധ്വാനം കൊണ്ടാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നതെങ്കിലും അത് ആ ഒരു സംഭവം ഇവരുടെ വാല്യൂ നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ട കാര്യം ഇല്ല. അല്ലെങ്കിൽ അവിടെ മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ഓർ അപ്പോയിൻമെൻറ്റ് ഓഫ് പേഴ്സണൽ. കുറച്ച് എംപ്ലോയീസിനെ നമ്മുടെ കമ്പനിയിലോട്ട് സെലക്ട് ചെയ്തു, അത് നമ്മൾ ഓടിപ്പോയി അക്കൗണ്ട് ബുക്കിനകത്തോട്ട് രേഖപ്പെടുത്തേണ്ട. ഇപ്പം രാജുവിനെയും തോമസിനെയും ഒക്കെ കമ്പനി പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നും പറഞ്ഞ് നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ട. അതൊക്കെ കമ്പനിയുടെ വേറെ ബുക്കുകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ രേഖപ്പെടുത്തിക്കോളും. നമ്മൾ അക്കൗണ്ട് ബുക്കിനകത്ത് എന്ത് രേഖപ്പെടുത്തേണ്ട? ഒരാളെ പിടിച്ച് അയാൾക്ക് ശമ്പളം കൊടുത്ത കാര്യം എഴുതണം. അപ്പം ഈ പുതിയതായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആൾക്ക് ഒരു 50,000 രൂപ മാസം അവസാനം ശമ്പളം കൊടുത്തു, അത് നമ്മളവിടെ രേഖപ്പെടുത്തണം, അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തണം. എന്നും പറഞ്ഞ് പുള്ളീനെ പിടിച്ച് അപ്പോയിൻറ്റ് ചെയ്ത കാര്യം അവിടെ രേഖപ്പെടുത്തേണ്ട, അക്കൗണ്ട് ബുക്കിനകത്ത് നമ്മൾ രേഖപ്പെടുത്തേണ്ട കാര്യം ഇല്ല. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞേക്കുന്ന സംഭവങ്ങളെല്ലാം ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, ചേഞ്ചസ് ഇൻ മാനേജറിയൽ പോളിസീസ് ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോയിൻമെൻറ്റ് ഓഫ് പേഴ്സണൽ ആർ ഇമ്പോർട്ടൻറ്റ്, ബട്ട് നൺ ഓഫ് ദീസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ എവിടെ രേഖപ്പെടുത്തേണ്ട? അക്കൗണ്ട്സ് ബുക്കിനകത്ത് രേഖപ്പെടുത്തേണ്ടതായിട്ട് കാര്യമില്ല. പിന്നെ എന്തൊക്കെയാണ് രേഖപ്പെടുത്തേണ്ടത്? ഹൗ ഓവർ വെൻ എ കമ്പനി മേക്സ് എ സെയിൽ ഓർ പർച്ചേസ്. കമ്പനി കുറച്ച് സാധനങ്ങൾ വിറ്റു, പൈസയ്ക്ക് വിറ്റു, അല്ലെങ്കിൽ കുറച്ച് സാധനം പൈസ കൊടുത്ത് വാങ്ങി, അത് നമ്മൾ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തണം. വെദർ ക്യാഷ് ഓർ ക്രെഡിറ്റ്, അത് പൈസ കൊടുത്തിട്ടായിരിക്കാം വാങ്ങിയത്, അല്ലെങ്കിൽ പിന്നീട് പൈസ തരാം എന്നുള്ള രീതിയിലായിരിക്കാം വാങ്ങിയത്, അല്ലെങ്കിൽ പിന്നീട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞായിരിക്കാം വിറ്റത്. പക്ഷേ അതൊക്കെ നമ്മൾ എവിടെ രേഖപ്പെടുത്തി വെക്കണം? അക്കൗണ്ട് ബുക്കിനകത്ത് നമ്മൾ രേഖപ്പെടുത്തി വെക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ഓർ പേ സാലറി, നമ്മൾ ശമ്പളം കൊടുത്തു, നമ്മുടെ എംപ്ലോയീസിന് ശമ്പളം കൊടുത്തു, അത് നമ്മൾ പൈസയാണ് കൊടുത്തത്, അത് നമ്മളവിടെ രേഖപ്പെടുത്തി വെക്കണം, അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തി വെക്കണം. ഇറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇതൊക്കെ നമ്മൾ എവിടെ രേഖപ്പെടുത്തേണ്ട സാധനങ്ങളാണ്? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഐഡൻറ്റിഫിക്കേഷനകത്ത് വരുന്നത്. ഇറ്റ് മീൻസ് ഡിറ്റർമിനിങ് വാട്ട് ട്രാൻസാക്ഷൻ ടു റെക്കോർഡ്. ഏത് തരത്തിലുള്ള ട്രാൻസാക്ഷനാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് ഐഡൻറ്റിഫിക്കേഷൻ്റെ സമയത്താണ്. ഐഡൻറ്റിഫൈ വിച്ച് ആർ ടു ബി റെക്കോർഡഡ്. അപ്പോൾ ഒരുപാട് ഇടപാടുകൾ നടക്കുന്നതിൻ്റെ അകത്ത്, ട്രാൻസാക്ഷനും സംഭവങ്ങൾ നടക്കുന്നതിൻ്റെ അകത്ത് ഏതാണ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഐഡൻറ്റിഫിക്കേഷൻ്റെ സമയത്ത് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി അടുത്താണ് രണ്ടാമത്തെ മെഷർമെൻറ്റ്. മെഷർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതിനെ അളന്ന് നോക്കുക, അളക്കുക എന്നുള്ളൊരു അർത്ഥമാണ് മലയാളത്തിൽ മെഷർമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? എക്കണോമിക് ഇവൻറ്റുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തു. സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട, ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് അതിനെ മെഷർ ചെയ്യുകയാണ്. എത്ര രൂപയുടെ ഇടപാടാണ് നടന്നത്, അല്ലെങ്കിൽ എത്ര പൈസയുടെ ഇടപാടാണ് നടന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ ഇൻക്ലൂഡിങ് എസ്റ്റിമേറ്റ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻറ്റു ഫിനാൻഷ്യൽ ടേംസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇറ്റ് മീൻസ് ക്വാണ്ടിഫിക്കേഷൻ. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം നടന്നു, എത്ര ക്വാണ്ടിറ്റി, എത്രത്തോളം എമൗണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്, വർത്തിയാണ് ഈ ട്രാൻസാക്ഷനുമായിട്ട്. ഇപ്പോൾ ഒരു പർച്ചേസ് നടന്നു അല്ലെങ്കിൽ സെയിൽസ് നടന്നു, അത് എത്രത്തോളം ക്വാണ്ടിറ്റി അതിനുണ്ട്, എത്രത്തോളം ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, എണ്ണം, അതാണ് ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ ക്വാണ്ടിറ്റി എത്രത്തോളം നടന്നു ഇൻറ്റു ഫിനാൻഷ്യൽ ടൈംസ്, അതിനെ നമ്മൾ എന്താക്കി മാറ്റിയാണ്? ഫിനാൻഷ്യൽ ടൈംസ് ആക്കി മാറ്റിയാണ്. ബൈ യൂസിങ് മൊണാട്ടറി യൂണിറ്റ്.
അപ്പോൾ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ടേംസ് ആയിട്ട് മാറ്റുന്നത്? ബൈ യൂസിങ് മൊണാട്ടറി യൂണിറ്റ് റുപ്പീസ് ആൻഡ് പൈസ ആസ് എ മെഷറിങ് യൂണിറ്റ്. അപ്പം റുപ്പീസും എത്ര രൂപയുടെ നടന്നു അല്ലെങ്കിൽ എത്ര പൈസയുടെ നടന്നു എന്നുള്ള രീതിയിൽ നമ്മളതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ആ നടന്ന സംഭവങ്ങളെ. അപ്പം അവിടെ ഓർഗനൈസേഷനകത്ത് നടന്ന എക്കണോമിക് ഇവൻറ്റുകളെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു അതിനെ റുപ്പീസ് ആൻഡ് പൈസയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇഫ് ആൻ ഇവൻറ്റ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ് ഇൻ മൊണാട്ടറി ടേംസ്. അപ്പം നമ്മുടെ കമ്പനിയിൽ നടക്കുന്ന ഒരു ഇവൻറ്റിനെ നമുക്ക് മൊണാട്ടറി ടേംസ് ആയിട്ട് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കമ്പനിയുടെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്, അതിനെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, പൈസയായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എഴുതാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മൊണാട്ടറി ടേംസ് ഇറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഫോർ റെക്കോർഡിംഗ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മളൊക്കെ എവിടെ എഴുതാൻ സാധിക്കില്ല, അതിനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മുടെ കമ്പനിക്കകത്ത് നടക്കുന്ന ട്രാൻസാക്ഷൻസിനെ തിരിച്ചറിയുക, രൂപയും പൈസയായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ സാധിക്കുന്ന മൊണാട്ടറി ടൈംസുമായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ സാധിക്കുന്ന കാര്യങ്ങളെ മാത്രമാണ് നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ, അക്കൗണ്ട് ബുക്കിനകത്ത് നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൊണാട്ടറി യൂണിറ്റ് റുപ്പീസ് ആൻഡ് പൈസ. അപ്പം എന്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്? മൊണാട്ടറി യൂണിറ്റ്. മൊണാട്ടറി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മൊണാട്ടറി യൂണിറ്റ് ഏതൊക്കെയാണ്? റുപ്പീസും പൈസയും. ഇത്ര രൂപ ഇത്ര പൈസ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം വേറെ രാജ്യത്താണെങ്കിൽ മൊണാട്ടറി യൂണിറ്റ് തന്നെയാണ് ഡോളറോ പൗണ്ട് ദർഹം അങ്ങനെയൊക്കെ വരും. പക്ഷേ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? റുപ്പീസ് ആൻഡ് പൈസയായിട്ടാണ് നമ്മളതിനെ മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ഇമ്പോർട്ടൻറ്റ് ഐറ്റംസ് ലൈക്ക് the appointment of new managing director, signing of contract or changes in personnel are not shown in the books of account. ഇപ്പോൾ പൈസയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതുള്ളൂ. ഇപ്പോൾ കമ്പനിക്കകത്ത് മറ്റ് പല പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അപ്പോയിൻമെൻറ്റ് ഓഫ് ന്യൂ മാനേജിങ് ഡയറക്ടർ, കമ്പനിയുടെ MD മാറി, മാനേജിങ് ഡയറക്ടർ മാറി. സൈനിങ് ഓഫ് കോൺട്രാക്റ്റ്, കമ്പനി പല മറ്റ് കമ്പനികളുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ പേഴ്സണൽ, നമ്മുടെ ജോലിക്കാരെ മാറ്റി, ഒരുത്തനെ പ്രൊമോഷൻ കൊടുത്തു, ഒരുത്തനെ പറഞ്ഞു വിട്ടു, പുതിയ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തു. ആർ നോട്ട് ഷോൺ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഇതൊന്നും നമ്മളെവിടെ കാണിക്കില്ല? അക്കൗണ്ട്സ് ബുക്കിനകത്ത് കാണിക്കില്ല. പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ റുപ്പിയും പൈസയായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തുള്ളൂ, ഈ പറഞ്ഞേക്കുന്ന അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തുള്ളൂ. അപ്പം ആദ്യത്തേത് ഐഡൻറ്റിഫിക്കേഷനാണ്, എക്കണോമിക് ഇവൻറ്റുകളെ തിരിച്ചറിയുക. രണ്ടാമത്തെ മെഷർമെൻ്റ് ആണ്, നമ്മുടെ കമ്പനിക്കകത്ത് നടക്കുന്ന എക്കണോമിക് ഇവൻറ്റിനെ നമ്മൾ എന്തിലോട്ട് മാറ്റുകയാണ്? റുപ്പീസ് ആൻഡ് പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് റെക്കോർഡിങ്. വൺ ദ എക്കണോമിക് events are identified and measured in financial terms. These are recorded in the books of account in monetary terms. ഇനി റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എക്കണോമിക് ഇവൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് മെഷേർഡ്. നമ്മൾ എക്കണോമിക് ഇവൻറ്റുകളെല്ലാം തിരിച്ചറിയുകയും അതിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു, മെഷർ ചെയ്യുകയും ചെയ്തു. ഇൻ ഫിനാൻഷ്യൽ ടൈംസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞത്. ഇനി എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ദീസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ മൊണാട്ടറി ടൈംസ്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ അക്കൗണ്ട് ബുക്കിനകത്ത് നമ്മൾ രേഖപ്പെടുത്താൻ പോവുകയാണ്. അപ്പോൾ രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇൻ മൊണാട്ടറി ടൈംസ്. ഇപ്പോൾ പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് എന്ന് പറഞ്ഞ് എഴുതുക, എത്ര രൂപയാണ് പർച്ചേസ് നടത്തിയെന്നുള്ള കാര്യവും ഡേറ്റും കൃത്യമായിട്ട് തന്നെ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുക. അത് എഴുതേണ്ട ഒരു രീതിയുണ്ട്, നമ്മൾ പഠിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ കൃത്യമായിട്ട് തന്നെ പൈസയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുകയാണ്? അതിനെ നമ്മുടെ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തുകയാണ്. അതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞത്? അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ മൂന്നാമതായിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? അതിനെ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഇൻ എ ക്രോണോളജിക്കൽ ഓർഡർ. അത് ഒരു ഓർഡർ ഉണ്ട്, അത് ആദ്യം നടന്നത്, രണ്ടാമത് നടന്നത്, ആ ഡേറ്റ് അനുസരിച്ചിട്ട് അത് കൃത്യമായിട്ട് തന്നെ നമ്മൾ രേഖപ്പെടുത്തുക. 1-ാം തീയതി നടന്നത് എഴുതുക, പിന്നെ 3-ാം തീയതി നടന്നത് എഴുതുക, 5-ാം തീയതി, 6-ാം തീയതി, അങ്ങനെ അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ അതിൻ്റെ കാലക്രമം അനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മളതിനെ രേഖപ്പെടുത്തി വെക്കുക. അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്തുക. കൃത്യമായിട്ട് തന്നെ ഡേറ്റ് ഇടുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, റെക്കോർഡിംഗ് ഈസ് ഡൺ ഇൻ എ മാനർ ദാറ്റ് ദി നെസസറി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് സമ്മറൈസ്ഡ് ആസ് പെർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ് ആൻഡ് ഈസ് മെയ്ഡ് അവൈലബിൾ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. റെക്കോർഡിംഗ് ഈസ് ഡൺ ഇൻ എ മാനർ. റെക്കോർഡിംഗ് ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണെന്ന് നോക്കാം. ദാറ്റ് ദ നെസസറി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് സമ്മറൈസ്ഡ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സമ്മറൈസ് ചെയ്യണം. അത് എന്താണ്, അതെങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മുമ്പോട്ട് പഠിക്കുകയാണ്. എന്നാലും ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഒന്ന് ക്ലാസിഫൈ ചെയ്തെടുക്കുക. ഇപ്പോൾ 3-ാം തീയതി ഒരു പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്, 8-ാം തീയതി ഒരു പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്, 12-ാം തീയതി ഒരു പർച്ചേസ് നടന്നിട്ടുണ്ടെങ്കിൽ അത്, അങ്ങനെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഹെഡിൻ്റെ താഴെ എഴുതുക. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു, അത് ഇനി അടുത്ത സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം റെക്കോർഡ് ചെയ്ത സംഭവങ്ങളെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, അതിനെ തരംതിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു കാര്യം കൂടെ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. അതിനെ അപ്പോൾ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട 3-ാം തീയതി, 5-ാം തീയതി, 8-ാം തീയതി നടന്ന എല്ലാ എമൗണ്ടിനോടെ ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു വർഷം നടന്നിട്ടുള്ള മൊത്തം പർച്ചേസ് എത്രയാണ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സെയിൽസ്, അതുപോലെ തന്നെ എല്ലാ ഡേറ്റിലും നടന്നിട്ടുള്ള സെയിൽസ് മറ്റൊരു പേജിൽ നമ്മൾ എഴുതിയിട്ട് അത് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം എത്ര രൂപയുടെ സെയിൽസ് നടന്നു നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഓരോ ഐറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സമ്മറൈസ് ചെയ്യാം. അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന നെസസറി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് സമ്മറൈസ്ഡ്. ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്താണ് എഴുതേണ്ടത്, സമ്മറൈസ് ചെയ്താണ് എഴുതേണ്ടത്. അത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് ഇത്ര പറഞ്ഞ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഓരോ ഐറ്റത്തെയും പർച്ചേസിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞ് താഴെ എഴുതിയിട്ട് എല്ലാ വർഷവും എല്ലാ ദിവസവും നടന്ന പർച്ചേസ് എല്ലാം അവിടെ എഴുതുക, അതിനെ ടോട്ടൽ ചെയ്യുക. സെയിൽസ് എന്ന് പറഞ്ഞ മറ്റൊരു പേജിനകത്ത് സെയിൽസ്, ഓരോ ദിവസവും നടന്ന സെയിൽസ് മാത്രം അതിനകത്ത് രേഖപ്പെടുത്തുക, അത് കൂട്ടിയെടുക്കുക. അതിനെയാണ് ഈ സമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ആസ് പെർ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ്. അപ്പം അത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രാക്ടീസ് ഉണ്ട് അതിനകത്ത്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്, അത് രേഖപ്പെടുത്തുന്നതിന് ഒരു രീതിയുണ്ട്. അതാണ് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ അക്കൗണ്ട് ബുക്കിനകത്ത് രേഖപ്പെടുത്താനായിട്ട്. ആൻഡ് ഈസ് മെയ്ഡ് അവൈലബിൾ ആൻഡ് വെൻ റിക്വയർഡ്. അപ്പോൾ നമ്മളിത് രേഖപ്പെടുത്തി വെച്ചാൽ മാത്രം പോരാ, ഈസ് മെയ്ഡ് അവൈലബിൾ, ഇത് ആര് ചോദിച്ചാലും ഇത് നമ്മൾ എടുത്തു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ കമ്പനിക്കകത്തെ മാനേജേഴ്സ്, നമ്മുടെ കമ്പനിക്കകത്തോട്ട് പൈസ നിക്ഷേപിച്ചവർ, നമുക്ക് കടം തന്നവർ, നമുക്ക് ലോണും കാര്യങ്ങളും തന്ന ബാങ്കും മറ്റ് ആൾക്കാരും, ഇൻകം ടാക്സ് അതോറിറ്റി. അപ്പോൾ നമ്മൾ ഈ രേഖപ്പെടുത്തി വെച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഈസ് മെയ്ഡ് അവൈലബിൾ ആൻഡ് വെൻ റിക്വയർ, എപ്പോഴാണോ അവർ ആവശ്യപ്പെടുന്നത് ആ സമയത്ത് നമ്മളത് കൊടുക്കാൻ പര്യാപ്തമായിട്ടുള്ള രീതിയിൽ ആയിരിക്കണം നമ്മളത് തയ്യാറാക്കി വെക്കാനായിട്ട്. അപ്പോൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയാം, എല്ലാ എക്കണോമിക് ഇവൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്തതിന് ശേഷം ആ പറഞ്ഞേക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷനെ നമ്മുടെ അക്കൗണ്ട് ബുക്കിനകത്തോട്ട് മൊണാട്ടറി ടേംസുമായിട്ട് ബന്ധപ്പെടുത്തി, പൈസയുമായിട്ട് ബന്ധപ്പെടുത്തി രേഖപ്പെടുത്തുന്നതിനാണ് ഈ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ഇനി റെക്കോർഡിംഗ് ചെയ്യേണ്ടത് എന്താണ്, ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ, ഒരു കാലക്രമത്തിൻ്റെ അനുസരിച്ചിട്ടായിരിക്കണം നമ്മളത് ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മളതിനെ വീണ്ടും എന്ത് ചെയ്യണം, നെസസറി ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ സമ്മറൈസ് ചെയ്ത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട് നമുക്ക്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഫോർമാറ്റ് പ്രകാരം നമ്മൾ അതിനകത്ത് രേഖപ്പെടുത്തണം. അത് മാത്രമല്ല, നമ്മൾ രേഖപ്പെടുത്തുന്ന കാര്യം അവൈലബിൾ, ഏത് സമയവും അവൈലബിൾ ആയിരിക്കണം. വെൻ ഇറ്റ് ഈസ് റിക്വയർഡ്, എപ്പോഴാണോ അതിന് ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ഉള്ള ഒരു അവൈലബിലിറ്റി നമുക്ക് വേണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റി ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ റെക്കോർഡ് കണക്കുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് നമ്മുടെ കണക്ക് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ കമ്പനിയിലോട്ട് പൈസ നിക്ഷേപിച്ചിട്ടുള്ള ആൾക്കാർ നമ്മുടെ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാനായിട്ട് അക്കൗണ്ട് ബുക്ക് ചോദിക്കുകയാണെങ്കിൽ ഏത് നിമിഷവും അത് കറക്റ്റായിട്ട് തന്നെ അക്കങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ സമ്മറൈസ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ അത് സൂക്ഷിക്കേണ്ടതാണ്. ഇനി അതിലെ അടുത്ത ഐറ്റമാണ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ആശയവിനിമയം എന്നാണ് അതിൻ്റെ ഒരു മലയാളം പറയുന്നത്. നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെ അത് ആവശ്യമായിട്ടുള്ള കുറേ ആൾക്കാർ കമ്പനിക്ക് അകത്തും പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ നമ്മൾ എന്താക്കി മാറ്റുകയാണ്, അക്കൗണ്ടിങ് റിപ്പോർട്ടുകളുടെ രൂപത്തിലാക്കി മാറ്റുകയാണ്. ആ അക്കൗണ്ടിങ് റിപ്പോർട്ട് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ആൾക്കാരിലോട്ട് എത്തിക്കുന്നതിനെയാണ് നമ്മൾ ഇവിടെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ അക്കൗണ്ടൻസിക്കകത്ത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിങ് റിപ്പോർട്ട് കമ്പനിക്ക് അകത്ത് ആവശ്യമുള്ളവർക്ക് കൈമാറുന്നതിനെയും കമ്പനിക്ക് പുറത്തെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് അതോറിറ്റിയൊക്കെയാണ് കമ്പനിക്ക് പുറത്തുള്ളവർ, അവർക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് കൈമാറുന്നതിനെയാണ് നമ്മുടെ അക്കൗണ്ടൻസിക്കകത്ത് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദി എക്കണോമിക് ഇവൻറ്റ്സ് ആർ ഐഡൻറ്റിഫൈഡ്, മെഷേർഡ് ആൻഡ് റെക്കോർഡഡ്. നമ്മുടെ എക്കണോമിക് ഇവൻറ്റ്സ്, നമ്മുടെ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ഇവൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തു, മെഷർ ചെയ്തു, അതിനെ റെക്കോർഡും ചെയ്തു. ഇൻ ഓർഡർ ദാറ്റ് പെർട്ടൈൻഡ് ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, അത് പെർട്ടൈൻഡ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പൈസയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, ജനറേറ്റ് ചെയ്തെടുത്തു, അതിനെ തയ്യാറാക്കി എടുത്തു, അതിനെ ഐഡൻറ്റിഫൈ ചെയ്തു, മെഷർ ചെയ്തു, റെക്കോർഡ് ചെയ്തു.
ആ ഇൻഫർമേഷനെ നമ്മൾ ജനറേറ്റ് ചെയ്ത് എടുത്തു. അതിന് ശേഷം എന്താ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്? ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ സർട്ടൺ ഫോം ടു മാനേജ്മെൻറ്റ് ആൻഡ് അതർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. അത് നമ്മൾ ആ ഇൻഫർമേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ആർക്കൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? മാനേജ്മെൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റ് ഇൻറ്റേർണൽ നമ്മുടെ കമ്പനിക്കകത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളവരുണ്ട്, അവർക്ക് കൈമാറണം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസേഴ്സ്, കമ്പനിക്ക് പുറത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളവർ ഉണ്ട്, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എക്കണോമിക് ഇവൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തു, മെഷർ ചെയ്തു, റെക്കോർഡ് ചെയ്തു, അതിനെ ജനറേറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ. ആരുമായിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? കമ്പനിയുടെ മാനേജേഴ്സ് ആൻഡ് അതർ ഇൻറ്റേർണൽ യൂസർമാരുമായിട്ടും അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ യൂസർമാരുമായിട്ടാണ് നമ്മളിതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇൻറ്റേർണൽ യൂസർമാരെന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് വരാം, എംപ്ലോയീസ് വരാം, ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് വരാം. ഇവരൊക്കെയാണ് ഇൻറ്റേർണൽ യൂസർമാരായിട്ട് വരുന്നത്. എക്സ്റ്റേണൽ യൂസർ എന്ന് പറഞ്ഞാൽ നമുക്ക് കടം തന്ന ആൾക്കാരുണ്ടാകാം, അതോടൊപ്പം തന്നെ പബ്ലിക് ഉണ്ടാവാം, അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് അതോറിറ്റീസ് ഉണ്ടാവാം. ഇവരൊക്കെയാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ടാകുന്നത്. അവിടെ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഇത് വിട്ടുപോകരുത്. കമ്മ്യൂണിക്കേറ്റഡ് ഇൻ സർട്ടൺ ഫോം ടു മാനേജ്മെൻറ്റ് ആൻഡ് അതർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ആ ഒരു വാക്ക് കാണപ്പണം പഠിച്ചു വെക്കുക. ഇനി ബാക്കി നമുക്കിത് കുറച്ചുകൂടെ മനസ്സിലാക്കാം ഇതിനെപ്പറ്റി. ദ ഇൻഫർമേഷൻ ഈസ് റെഗുലർലി കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. നമ്മൾ ഈ പറഞ്ഞേക്കുന്ന ഇൻഫർമേഷൻ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് റിപ്പോർട്ടുകളുടെ രൂപത്തിലാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്, ജേണൽ എൻട്രി, ലെഡ്ജർ, അങ്ങനെ കുറേ അക്കൗണ്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ടുകളുടെ രൂപത്തിലാണ് നമ്മൾ ഇത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദീസ് റിപ്പോർട്ട്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ. അതെന്താ ചെയ്യുന്നത്? ഈ റിപ്പോർട്ട് എന്താ കൊടുക്കുന്നത്? പ്രൊവൈഡ് ഇൻഫർമേഷൻ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് ഈ റിപ്പോർട്ടുകൾ വഴി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. കമ്പനിക്ക് എത്രത്തോളം ബാധ്യതകളുണ്ട്, എത്രത്തോളം പൈസ കമ്പനിയുടെ ഇടയിലുണ്ട്, കമ്പനി വർഷങ്ങളായിട്ട് എത്ര രൂപയുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അതേ നഷ്ടമാണോ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും അതിൻ്റെ അകത്തുണ്ട്. ദാറ്റ് ആർ യൂസ്ഫുൾ ടു വെറൈറ്റി ഓഫ് യൂസേഴ്സ്. അപ്പോൾ അത് ആർക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്? പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള യൂസേഴ്സിന് അത് യൂസ്ഫുൾ ആയിട്ടാണ് വരുന്നത്. ഹൂ ഹാവ് ആൻ ഇൻട്രസ്റ്റ് ഇൻ അസസിങ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പോൾ ഈ യൂസർമാർ ആരാണ്? ദ ഇൻട്രസ്റ്റഡ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. അപ്പോൾ അവർക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. കമ്പനിക്ക് അകത്തുള്ള കുറച്ച് ആൾക്കാർ, അതായത് കമ്പനിയുടെ മാനേജർമാർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്, ഇവർക്കൊക്കെ എന്തിനായിരിക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ട് വരുന്നത്? കാരണം കമ്പനി ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്ന് പോകുന്നത് അറിഞ്ഞിട്ട് വേണം അവർക്ക് അടുത്ത തീരുമാനം എടുക്കാനായിട്ട്. അപ്പം പുതിയൊരു കാര്യം സെയിൽസ് കൂട്ടണം. അപ്പോൾ അത് സെയിൽസ് കൂട്ടണം എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കൂടില്ലല്ലോ. അവരതിന് വേണ്ടിയിട്ടൊരു പ്ലാനിങ് ഒക്കെ തയ്യാറാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ കമ്പനിയുടെ ഇപ്പോഴത്തെ കണക്കുകൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ നിൽക്കുന്നത്, കമ്പനിക്ക് ഇപ്പോൾ എത്രത്തോളം കടങ്ങളുണ്ട്, കമ്പനിയുടെ മറ്റ് കാര്യങ്ങൾ, കമ്പനിയുടെ എന്തോരം അസറ്റും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എത്രത്തോളമാണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമാണ് അവർക്ക് അടുത്തൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കമ്പനിയുടെ പുറത്തുള്ള ഒരു ഇതാണ് ബാങ്ക്, ഒരു ഔട്ട്സൈഡറാണ്. അവർക്കും ഇൻഫർമേഷൻ അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം ബാങ്ക് ലോൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കമ്പനി ലാഭത്തിനാണെങ്കിൽ മാത്രം കൊടുത്തിട്ടാണ് കാര്യമുള്ളൂ. അതല്ല ഇനിയിപ്പോൾ അവർക്ക് തിരിച്ചടയ്ക്കാൻ കപ്പാസിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സ്ഥലം എന്തോരമുണ്ട്, കമ്പനിക്ക് സ്ഥലം എന്തോരമുണ്ട്, എത്രത്തോളം മിഷനറി ഇവർക്കുണ്ട്, എങ്കിൽ മാത്രമാണ് അത് ജപ്തി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ കമ്പനിക്ക് അകത്തും പുറത്തുമുള്ള ഒരുപാട് ആൾക്കാർക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് കൈമാറുന്നതിനാണ് നമ്മളിവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. പ്ലാനിങ് ആൻഡ് കമ്പനിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്നുള്ള കാര്യം അടുത്ത് പറയാൻ പോകുന്നത്. പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവർക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. കമ്പനി നഷ്ടത്തിലാണ് ലാഭത്തിലാക്കാനായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ സെയിൽസ് കൂട്ടാം എന്നുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? കമ്പനി ഇപ്പം നിലവിലത്തെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം അറിയണം. അതറിയണേ എന്ത് വേണം? അക്കൗണ്ടിങ് റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ, കമ്പനിക്ക് എത്ര രൂപയുടെ കടമുണ്ട്, എത്ര രൂപ ലാഭത്തിലാണ് നഷ്ടത്തിലാണെന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് കൺട്രോളിങ്. ഇപ്പം കമ്പനി നഷ്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കുറേ കാര്യങ്ങളിലത് കൺട്രോൾ വരുത്തേണ്ടതായിട്ട് വരും. അത് എവിടേക്കാണ് കൺട്രോൾ? അഡ്വർടൈസ്മെൻറ്റ് കുറയ്ക്കണോ, ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കുറയ്ക്കണം, ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ നോക്കിയാലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് മേക്കിംഗ് നെസസറി ഡിസിഷൻ ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ആ അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ വെച്ചിട്ടാണ് നമുക്ക് സമയാസമയങ്ങളിൽ തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെയാണ് നമ്മളെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ഷുഡ് ബി ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് the right information is communicated to the right person at the right time.
ഇപ്പം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്? ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാൾ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ കൊടുക്കാൻ പാകത്തിനാണ് നമ്മളെന്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഇൻകം ടാക്സ് അതോറിറ്റി പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പനിയിലോട്ട് കയറി വന്ന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ചോദിച്ചു. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ആ റൈറ്റ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കണം? നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ കൈമാറേണ്ടതായിട്ട് വരും. അല്ലാന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പെട്ടെന്ന് തന്നെ ഒരു മീറ്റിംഗ് വിളിച്ചു. അവർക്ക് പെട്ടെന്ന് തന്നെ കമ്പനിയുടെ ഇപ്പോഴത്തെ അവസ്ഥേനെപ്പറ്റി കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അപ്പോൾ ആ റൈറ്റ് ടൈമിൽ തന്നെ നമ്മൾ എന്ത് കൈമാറിയിരിക്കണം? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമ്മൾ കൈമാറിയിരിക്കണം. റിപ്പോർട്ട്സ് ക്യാൻ ബി ഡെയിലി, വീക്ക്ലി, മന്ത്ലി ഓർ ക്വാർട്ടർലി. അപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ട് എങ്ങനെയൊക്കെ തയ്യാറാക്കാം? ഡെയിലി തയ്യാറാക്കാം, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ തയ്യാറാക്കാം, മന്ത്ലി മാസത്തിലൊരിക്കൽ വേണം തയ്യാറാക്കാം, ക്വാർട്ടർലി 3 മാസം കൂടുമ്പോൾ വേണം തയ്യാറാക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ് റിപ്പോർട്ടുകൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നീഡ്സ് ഓഫ് ദ യൂസേഴ്സ്. ഇത് എങ്ങനെയാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവരുടെ നീഡ്സ് അനുസരിച്ചിട്ട് വേണം. ചിലർക്ക് 3 മാസം കൂടുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലർക്ക് 6 മാസം കൂടുമ്പോഴായിരിക്കും അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അവരുടെ നീഡ്സ് അനുസരിച്ചിട്ട് നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കി കൊടുക്കേണ്ടതായിട്ട് വരും. An important element in the communication process is the accountant's ability and efficiency in presenting the relevant information. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ എഫിഷ്യൻസി ഇൻ പ്രസൻറ്റിങ് ദ റിലവൻറ്റ് ഇൻഫർമേഷൻ. നമ്മുടെ അക്കൗണ്ടിങ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് നമ്മുടെ എഫിഷ്യൻസിയും അതോടൊപ്പം തന്നെ എബിലിറ്റി എല്ലാം ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ നമ്മുടെ ഒരു അറിവും ഇതെല്ലാം ഇതിനകത്തൊരു എലമെൻ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത്രയും നിങ്ങൾ കാണാപ്പാടം വായിച്ച് പഠിക്കുകയൊന്നും വേണ്ട, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൽ ആദ്യത്തെ ആവരണം മാത്രം കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുക. എന്താണ്? ഇൻഫർമേഷൻ ഈസ് ജനറേറ്റഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റഡ് ഇൻ സർട്ടൺ ഫോം ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അതർ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ആ ഒരു വാക്ക് കാണാപ്പാടം പഠിച്ചു വെക്കുക. ആരുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ യൂസർമാരും എക്സ്റ്റേണൽ യൂസർമാരുമായിട്ടാണ് നമ്മളിതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അക്കൗണ്ടിങ് റിപ്പോർട്ടുകളുടെ രൂപത്തിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ആ പാരഗ്രാഫ് ഞാൻ വായിച്ചങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. അതെല്ലാം നിങ്ങൾ മലയാളത്തിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പരീക്ഷയ്ക്ക് മാർക്ക് അനുസരിച്ചിട്ട് അത് എഴുതുക. അല്ലാണ്ട് ഇത് മുഴുവൻ നിങ്ങൾ ഇനി കുത്തിയിരുന്ന് പഠിക്കുകയൊന്നും വേണ്ട. മനസ്സിലാക്കി വെക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക.